കനത്ത മഴ തുടർന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, പാലക്കാട്, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. ഏതൊക്കെ ജില്ലകളാണ് എന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. വയനാട് ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും കോളേജുകൾക്കും ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ അവധിയായിരിക്കും. ഇന്നും നാളെയും മറ്റന്നാളും 10-ാം തീയതിയും നടത്താൻ നിശ്ചയിച്ചിരുന്ന PSCയുടെ എല്ലാ ഓൺലൈൻ പരീക്ഷകളും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. തിരുവല്ല മേഖലയിൽ കഴിഞ്ഞ രാത്രിയിലും നേരിയ തോതിൽ മഴ പെയ്തിരുന്നു. വെള്ളക്കെട്ടിനെ തുടർന്ന് പലരും വിവിധ ക്യാമ്പുകളിൽ തുടരുകയാണ്. അവിടെ നിന്നും അമൽ തേനമ്പറമ്പിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയാനുള്ള സാഹചര്യത്തിലാണോ അവിടെ എന്നറിയില്ല. എന്താണ് അമൽ വിവരങ്ങൾ? മഴ ശക്തമാണോ? ഇന്നിപ്പോൾ പറയാം മോദി, ഗുഡ് മോർണിംഗ് ഒക്കെ പറയാം. കാരണം ഇന്നലത്തേതുപോലത്തെ ഒരു പ്രതിസന്ധി ഇല്ല. വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെയൊക്കെ നമ്മളിവിടെ വന്നപ്പോൾ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കായിരുന്നു. പരമൂട്ടിപ്പടി എന്ന് പറയുന്ന ഒരു സ്ഥലമാണിത്. ആറന്മുള ടൗണിലേക്ക് അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ അഭാവത്തേക്ക് ഇവിടുന്നും 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഇന്നലത്തേതിൽ നിന്നും കാര്യങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷേ ഈ വെള്ളം കിടക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഈ റോഡിലെ വെള്ളമൊക്കെ ഒഴിയുമ്പോഴും ആ നടന്നു പോകുന്ന 2 ആളുകളെ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടുന്ന് ഒരാൾ ഇങ്ങോട്ടും വരുന്നുണ്ട്. അവർക്കൊക്കെ ഇപ്പോൾ ആരൊക്കെ വെള്ളത്തിലാണ് അവർ നടന്നു പോകുന്നത്. കുറച്ചുകൂടി അവിടേക്ക് പോകുമ്പോൾ വെള്ളത്തിന്റെ അളവ് കൂടുതലാണ്. പക്ഷേ എങ്കിലും ഇറങ്ങിയിട്ടുണ്ട്, വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ 2 വള്ളങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ. ഈ വള്ളത്തിൽ ആണ് ഇവിടെയുള്ള ആളുകളേക്ക് ഇന്നലെ ഈ പുറത്തേക്ക് എത്തിച്ചത്. അതോടൊപ്പം തന്നെ അകത്തേക്ക് പോയി ആളുകൾക്ക് ഭക്ഷണം, ഈ വീട്ടിൽ നിന്നും മാറാൻ തയ്യാറല്ലാത്ത ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ഭക്ഷണം എത്തിച്ചതുമെല്ലാം ഈ കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നൊക്കെ വന്ന ഈ വള്ളത്തിലാണ്. വെള്ളം കയറിയോ വീട്ടിൽ? നീ രാവിലെ സൈക്കിളൊക്കെ എവിടെ പോയി ഇറങ്ങിയതോ? വെള്ളം കുറഞ്ഞ കാണാൻ വന്നതാണോ? അവിടെ വീട്ടില് വെള്ളം വന്നു? എവിടേക്ക് എന്നിട്ട് മാറിയത് എല്ലാരും? ആറന്മുള അവിടെ ആഗ്രികടയിൽ കയറി. അവനെ വിടാതെ ഡിസാസ്റ്റർ ടൂറിസത്തിന്റെ ആളാണെന്നാണ് തോന്നുന്നത്. വീട്ടിൽ വെള്ളം കയറി. ഓറഞ്ച് കളർ സൈക്കിളൊക്കെ ആയിട്ട് രാവിലെ ഇറങ്ങിയേക്കോ വെള്ളം കുറഞ്ഞൊന്ന് കാണാൻ വേണ്ടിട്ടേ. അവന്റെ വീട്ടിൽ വെള്ളം കയറി എന്നുള്ളതാണ്. വലിയ വെള്ളമാണ്. ഇത് അങ്ങോട്ട് പോകുന്ന തോന്നുന്നില്ല. വെള്ളം എന്തായാലും 2 ദിവസം കഴിയാൻ വെള്ളം ഇറങ്ങത്തില്ല. ഇന്നലത്തെക്കാളും ഒരു വെള്ളം കുറവുണ്ട്, വളരെ കുറവുണ്ട്. ഇവിടെ നമ്മളാ പോകുമ്പോൾ ഒരു തുരുത്ത് പോലെ കിടന്ന സ്ഥലമുണ്ട്. അവിടെ വെള്ളം ഇറങ്ങിട്ടില്ല. അവിടെ നിന്നൊക്കെ ആളുകൾ മാറാനുണ്ടോ? എല്ലാവരും മാറിയിട്ടുണ്ട്. എല്ലാം ഇവിടെ ക്യാമ്പുണ്ട്, സ്കൂളിലുണ്ട്. ക്യാമ്പിലേക്ക് മാറ്റുന്നുണ്ട്. ഇവിടെ അടുത്ത് വേറെ എത്ര ക്യാമ്പുണ്ട്? തെക്കേമലയുണ്ട്, പിന്നെ പാർശ്വശാല അവിടെ താമസക്കാരുണ്ട്, പിന്നെ ഗ്യാസ് ഇവിടെ താമസിക്കുന്നുണ്ട്. ചേട്ടനോടെ താമസിക്കുന്നത്? ഞങ്ങൾ തെക്കേമല. അങ്ങോട്ട് കയറിയോ? ഇല്ല, അവിടെ വെള്ളം വന്നില്ല. അമ്പലത്തിലാണ്. ഉയർന്ന സ്ഥലമാണ്. അങ്ങോട്ട് വെള്ളം വരുന്നില്ല. എന്തായാലും ഇപ്പോൾ ഇന്നലത്തേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വെള്ളം കുറഞ്ഞിരിക്കുന്നു. പക്ഷെ പൂർണ്ണമായും കുറഞ്ഞു വെച്ചിട്ടില്ല എന്നുള്ളതാണ്. വാഹനങ്ങളൊക്കെ പലയിടങ്ങളിൽ പോകുന്നു.